ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ഉപ്പും പുളിയും എരിവൊക്കെ ഉള്ള നല്ല അടിപൊളി മീൻ കറിയുടെ ഒരു റെസിപ്പിയും പിന്നെ ഒരു മധുരവും നല്ല മധുരമൊക്കെ ഉള്ള ഒരു ബനാന മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കുടംപുളിയിൽ വറ്റിച്ച ഈ മീൻ കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി കറിയാണിത്. കുടംപുളി ഇട്ട് വെച്ച നല്ല ഉപ്പും പുളിയും എരിവുമൊക്കെ ഉള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിന്ന് ബ്രാൽ മീനാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഇത് വളർത്തു മീനാണ്. അടുത്തുനിന്ന് തന്നെ നമുക്ക് ഫ്രഷായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അത് പിന്നെ ജീവനുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അതിനെ ക്ലീൻ ചെയ്തെടുത്തത്. ക്ലീൻ ചെയ്ത് അതിൻ്റെ കറുപ്പ് നിറമൊക്കെ ഞാൻ വാളംപുളിയുടെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വടിച്ചൊക്കെ എടുത്തതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം ചെയ്തത്. കല്ലിലിട്ട് ഇടികല്ലിലിട്ട് ചതച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഈ കുടംപുളിയൊക്കെ ഇട്ട് കറി വെച്ചത് കുറേ നാളുകളായി കൂട്ടിയിട്ട് നോയമ്പൊക്കെ കാരണം കുറേ ദിവസങ്ങളായപ്പോൾ അതിന് പറ്റിയൊരു മീനും ഇന്ന് കിട്ടിയതാണ്. അതുകൊണ്ടാണ് കുടംപുളി ഇട്ട് കറി വെക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഈ കറി നമുക്ക് നല്ല മഴക്കാലത്തൊക്കെ കൂട്ടേണ്ട കറിയാണ്. എരിവും ഉപ്പും പുളിയൊക്കെ ഉള്ള കറികൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് കൂട്ടേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മീനും കിട്ടി. പിന്നെ കുറേ നാളുകളായിട്ട് കുടംപുളിയിട്ട കറി കൂട്ടിയിട്ടില്ല എന്ന് ഓർത്തിട്ട് ഇന്ന് വയ്ക്കുന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷ് മീനായ കാരണം അതിൻ്റേതായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മൺകലത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വിടാകുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴന്നു വരണം. മീൻ കറിയിലൊക്കെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചക്കറിയിലാവുമ്പോൾ നമുക്ക് അധികം മൂത്തില്ലെങ്കിലും വഴന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ അത് ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ വറ്റിക്കണത് ആയതുകൊണ്ട് തന്നെ മുളക് പൊടി കൂടുതൽ വേണം. പിന്നെ ഇതിൽ ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല മീൻ വറ്റിക്കുമ്പോൾ. പിന്നെ ഈ മീൻ വറ്റിക്കുമ്പോൾ കുടംപുളി തന്നെ ചേർക്കണം. വാളംപുളിയൊക്കെ ചേർത്താലും കുടംപുളിയുടെ അത്രയും ടേസ്റ്റ് കിട്ടില്ല. പിന്നെ കുടംപുളി നമുക്കിപ്പോൾ വയറിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻ്റൊക്കെ ഉണ്ടെങ്കിൽ മാറാനും പിന്നെ ദഹന പ്രക്രിയ സഹായിക്കുകയൊക്കെ ചെയ്യണതാണ് കുടംപുളി. അപ്പോൾ കുടംപുളി ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പോൾ ഇത് വയറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലൊക്കെ മാറ്റണ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കുടംപുളി. അപ്പോൾ ഇതിട്ട് കറി വെച്ച് നമ്മളത് കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ചിലവർക്കൊക്കെ വയറ്റിലെ കൃമി അങ്ങനത്തെയൊക്കെ ഉള്ള അലർജിയുടെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും കുടംപുളിയിട്ട കറി വെച്ച് കൂട്ടണത് നല്ലതാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ചെറുതീയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കാം, തക്കാളി ഒന്ന് വേകാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടി ഒന്ന് വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. കുടംപുളി നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അത് ആ വെള്ളത്തെപ്പടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറി ഇരിക്കും തോറും നല്ല കുറുകി വരും. അപ്പോൾ നമ്മൾ ഇത് കറി വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ മീൻ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഈ കറി കൂട്ടാൻ. നമ്മൾ ഫ്രഷായിട്ട് കിട്ടുന്ന മീനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചാറൊന്ന് കുറുകുന്നത് വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുടംപുളിയിട്ട കറിയൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ മുളക് കറിയൊക്കെ കൂട്ടണത് നല്ലതാണ്. ഇപ്പോൾ വേനൽക്കാലമാണ് എങ്കിലും നമുക്ക് ഇങ്ങനത്തെ നല്ല ഫ്രഷായിട്ടുള്ള മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കുടംപുളി ഇട്ട് തന്നെ വെക്കണം. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ വാളംപുളി ഞങ്ങൾ ചേർക്കാറില്ല. വാളംപുളി ഇങ്ങനത്തെ മീൻ കറിയിലൊന്നും വാളംപുളി ചേർക്കാറില്ല.
കുടംപുളി തന്നെ ചേർക്കുള്ളൂ, അല്ലെങ്കിൽ മാങ്ങ ചേർത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഓരോ ഏരിയയിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊക്കെ മീൻ വറ്റിക്കണതിൽ കുടംപുളിയാണോ വാളംപുളിയാണോ ഇടണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചാറൊന്ന് വറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഫ്ലെയിം ഓഫ് ചെയ്താലും ഈ മൺകല കാരണം കുറച്ച് നേരം കൂടിയും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ ചാറൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാറ് കറി കുടംപുളിയിട്ട് വറ്റിച്ച മീൻ കറിയാണ്. പിന്നെ നമ്മൾ ചെറിയൊരു ഫിലോപ്പിയ മീൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും വറക്കുന്നുണ്ട്. പിന്നെ ഒരു തോരനും കൂടി വെച്ചിട്ടുണ്ട്, ഉള്ളിത്തണ്ടും കോവയ്ക്കയും കൂടി ഇട്ടിട്ടുള്ളൊരു തോരൻ. അപ്പോൾ ഈ ഫിലോപ്പിയ മീനും അതെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടിയതാണ്, ഇവിടെ വളർത്തുന്നിടത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ചെറുതരമാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഫ്രഷായതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് തോരനും കൂടി ഉണ്ടതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ച് റെസിപ്പീസ്. പിന്നെ ഞാനൊരു ബനാന മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിക്ക് മുമ്പും ബനാന മിൽക്ക് ഷേക്കൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇത് പഠിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ റോബസ്റ്റ് പഴം കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ഒരു 5-6-7 റോബസ്റ്റ് പഴം, നല്ല പഴുത്ത റോബസ്റ്റ് പഴം വരുന്നു. അപ്പോൾ അതും. അപ്പോൾ ഇത് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഷേക്കാണ്. അപ്പോൾ നമ്മൾ എരിവും ഉപ്പും പുളിയൊക്കെ കൂട്ടി ചോറുന്നതിന് ശേഷം ഇത് കുറച്ച് കുടിക്കുകയാണെങ്കിലും അപ്പോൾ അതൊരു ബാലൻസ് ചെയ്ത് പോകും. എരിവും ഉപ്പും പുളിയും മധുരമൊക്കെ കൂടി ബാലൻസ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അടിപൊളി മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അടിച്ച് നോക്കുക. അപ്പോൾ ഈ പഴം നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് മിക്സിയിൽ. പിന്നെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നട്ട്സിൻ്റെ എല്ലാം കൂടിയത്, എള്ള്, ബദാം, കശുവണ്ടി എല്ലാം കൂടി കൂടിയ നട്ട്സിൻ്റെ ഇങ്ങനെ കപ്പലണ്ടി മിഠായി പോലത്തെ ഇങ്ങനത്തെ കഷ്ണങ്ങളാണ്. അപ്പോൾ അതൊരു 5-6 കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ചിയുടെ ക്യാൻഡിയാണത്, ഇഞ്ചി മിഠായി. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാക്കണതാണ്. അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 5-6 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി കൽക്കണ്ടത്തിൽ പൊതിഞ്ഞെടുക്കണതാണ്, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. പിന്നെ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ പഴത്തിനും ഒക്കെ മധുരമുള്ള കാരണം കൂടുതൽ മധുരം ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഐസും വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ പാലിന് പകരം ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അടിച്ചെടുത്തിട്ട് നല്ല അടിപൊളി ബനാന മിൽക്ക് ഷേക്ക് റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ